ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം വീഡിയോ ആണ്. അപ്ലിക്കേഷൻ അല്ല വീഡിയോ ഗെയിം അല്ല, രണ്ടും കൂടി മിക്സ് ആയിട്ടില്ലാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്രോമിലോ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഡൗൺലോഡ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോണിൽ XAPK എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റില്ല. ചില XAPK എന്ന് പറഞ്ഞ ഫയലിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പം OBB കിട്ടും, APK കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് OBB അതിൻ്റെ OBBന്റെ എക്സാക്ട് പൊസിഷനിൽ കൊണ്ടുപോയിട്ട് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് APK ഇൻസ്റ്റാൾ ആക്കിയാൽ ഗെയിം സെറ്റായി. ചില ഇത് XAPK ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, 2 APK ചിലപ്പോൾ ഉള്ളിലുണ്ടാവും, കുറേ ഫയലും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ APK വരുന്നുണ്ട്, XAPK. അപ്പം ചിലവർക്ക് ഡൗൺലോഡ് ആക്കുമ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഈ APK എങ്ങനെ ഇൻസ്റ്റാൾ ആക്കാന്നുള്ളതാണ്. ഇത് ഡയറക്റ്റ് തുറന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആക്കാനാവില്ല. ചിലവർക്ക് തുറക്കുമ്പോൾ അത് എക്സ്ട്രാക്ട് ആവും, ചിലവർക്ക് അത് തുറന്നു കഴിഞ്ഞാൽ പാക്കേജ് ഇതാവുന്നില്ല എന്നുള്ള പറഞ്ഞെല്ലാം കാണിക്കും. അപ്പം ഇതെങ്ങനെ ഇൻസ്റ്റാൾ ആക്കാന്നുള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ എടുക്കുക. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കിയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക, ഇൻസ്റ്റാൾ ബഡി. ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാൾ ബഡി. അപ്പോൾ ഈ ഫസ്റ്റത്തെ ആപ്ലിക്കേഷനാണ് ഇത്. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ പറ്റും, XAPK, കൊമേഡിറ്റി APK എന്നെല്ലാം പറഞ്ഞിട്ട്. ഇത് ചെറിയ MB മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാൾ ആക്കാം. ഇത് ഇവിടുന്ന് ഇൻസ്റ്റാൾ ആക്കാം, പെട്ടെന്ന് ആവും. ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ആക്കാം. ഇവിടുന്ന് ഡയറക്റ്റ് ഓപ്പൺ ആക്കുന്നത് നിങ്ങൾക്ക് ആക്കാം, അല്ലെങ്കിൽ പുറത്ത് വന്നിട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ പെർമിഷൻ ഉണ്ട്. പെർമിഷനെല്ലാം അലോ കൊടുത്താൽ മാത്രമേ നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റൂ. ഇത് അലോ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം ഇതാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഇതിൻ്റെ കാര്യമൊന്നുമില്ല, ഇത് ഇൻസ്റ്റാൾ ആക്കാൻ മാത്രമേ വേണ്ടൂ. പിന്നെ ഇതിൻ്റെ താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഓൺ ആക്കേണ്ടി ഓഫ് ആക്കേണ്ടി ഇതൊന്നും ചെയ്യണ്ട. ഇനി ഇതിൽ പ്രൈം ഉണ്ട്, ഇതൊന്നും എടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ നീല കളറിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് കണ്ട ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സിസ്റ്റം ഫയൽ പിക്കർ അത് ഓപ്പൺ ആക്കാം. അത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇവിടുന്നാണ് പിക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ എവിടെയാണെന്നില്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് അത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനിയിപ്പം ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ആക്കുന്ന QuickFMൻ്റെ ഒരു XAPK ഫയലാണ്. അപ്പം ഇതിൽ നിന്ന് കാണിച്ചാൽ നിങ്ങൾക്കിപ്പം മനസ്സിലാവില്ല. ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഇൻസ്റ്റാൾ കൊടുത്താൽ ഇൻസ്റ്റാൾ ആവും. ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് ഫയലിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പം ഇതിൽ നമുക്ക് ഏറ്റവും താഴെ നമുക്ക് കണ്ട QuickFM XAPK എന്നണ്ട. അപ്പം ഇതാണ് ആ ഫയല്. അപ്പം ഇത് നമ്മൾ ഇതിലേക്ക് എടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നോർമലി തൊടുന്ന സമയത്ത് ഉണ്ടാവും ഓഡിയോ ഡോക്യുമെൻറ്റ്. എന്നോട് അങ്ങനെ ചോദിക്കുന്നത്, അതായത് നിങ്ങൾക്ക് ഏതിലാണ് ഇത് ഓപ്പൺ ആയിട്ട് വരേണ്ടത്. പക്ഷേ അതിൽ ഇൻസ്റ്റാളിൻ്റെ ഓപ്ഷൻ മാത്രമില്ല. അപ്പോൾ ഇതൊന്നും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വർക്കാവില്ല. അപ്പോൾ നമ്മൾ ഇതിൽ പോയി ഇതിൽ സിസ്റ്റം ഫയൽ പിക്കർ കൊടുക്കുക. ശേഷം QuickFM ഞാൻ അതിൻ്റെ എക്സാക്റ്റ് പൊസിഷനിൽ പോയോണ്ടാണ് പിന്നെ തൊടുമ്പം ആ സ്ഥലം തന്നെ വന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പം കുറച്ച് വലിയ ഫയലിലാണ്, കുറച്ച് ടൈം എടുക്കും അങ്ങനെ ലോഡാവാൻ. ഇതിപ്പോൾ 100 സംതിങ് MB ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാൾ വന്നു കണ്ട. നേരത്തെ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന സമയത്ത് ഇൻസ്റ്റാളിൻ്റെ ഓപ്ഷൻ ഉണ്ടായിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് APK ഇതിൽ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, XAPK ആവും. അപ്പം നിങ്ങൾക്ക് APK പുറത്തുനിന്ന് നമുക്ക് ചെയ്യാൻ അറിയില്ലേ, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതെന്തോ ആഡ് കാണിച്ച്. അപ്പം ഇത് ഇൻസ്റ്റാളായി. ഇനി ഇവിടുന്ന് ഓപ്പൺ വേണമെങ്കിൽ ഓപ്പൺ ആക്കാം, അല്ലെങ്കിൽ പുറത്ത് വന്നിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം. ഇതിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ആക്കാം, വെറുതെ പുറത്തുനിന്ന് സമയം കളയണ്ടല്ല. ഞാൻ ഇത് ഓൾറെഡി പർച്ചേസ് ചെയ്തതാണ് QuickFM മുമ്പേ. ഇപ്പോൾ ഇല്ല, ഇപ്പം ഇതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, QuickFM ഒരിക്കലും പർച്ചേസ് ചെയ്യരുത്, അബദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓഡിയോ ബുക്ക് ഒരുപാടുണ്ട്. പക്ഷേ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വായിച്ചിട്ട് അവർക്ക് ഇതിൽ നിന്ന് എന്താണെന്നോ മനസ്സിലായത് അതാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാണ്ട് ബുക്ക് വായിക്കുന്ന ഫീലൊന്നും കിട്ടൂല അതിൽ. അവർ വായിച്ചിട്ട് അവർക്ക് മനസ്സിലായത് നമുക്ക് പറഞ്ഞു തരും, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വെറുതെ അത് എടുക്കണ്ട, ഒരു വലിയ രസമൊന്നുമില്ല. നമുക്കിത് ഇനിയിപ്പം അൺഇൻസ്റ്റാൾ ആക്കി കളയാം, കാരണം നമുക്ക് ഇപ്പം വേണ്ടല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വേണ്ടവർ ഇൻസ്റ്റാൾ ആക്കുക, വേണ്ടാത്തവർ അൺഇൻസ്റ്റാൾ ആക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.